ഹലോ ഫ്രണ്ട്സ്, KKC ഫാം വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റേസിംഗ് ഹോമറിനെ വളർത്തുന്നവർക്കുള്ളതാണ്. അവർ ഈ വർഷം ഇറക്കിയ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഒരു ഫ്ലൈയിങ് ഫോമിലോട്ട് വന്നു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. ബേഡുകൾ നല്ല രീതിക്ക് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സമയമാണ് ഫ്ലൈയിങ് ഫോമിലോട്ട് വരുന്ന സമയം. ഒരു 6 മന്തെങ്കിലും ഈ ടൈം കൊണ്ട് എടുക്കും. അതായത് ഒരു 6 മാസമെങ്കിലും ഈ ബേഡുകൾ നമ്മുടെ ഈ ഫോമിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് എടുക്കും. ഈ ഫ്ലൈയിങ് ഫോമിൽ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ റോഡ് ട്രെയിനിങ്ങിന് ബേഡുകളെ ഉപയോഗിക്കാവൂ. അല്ലെങ്കിൽ വളരെയധികം മിസ്സിങ്ങും കാര്യങ്ങളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ബേഡുകൾ നമ്മൾ കേജ് ഓപ്പൺ ചെയ്താൽ ഉടനെ തന്നെ ബേഡുകൾ അറ്റൻഷൻ ആവുകയും വളരെ വേഗം പുറത്തേക്ക് പറന്നു പോവുകയും അതുപോലെ 1-2 ചുറ്റി കഴിഞ്ഞ ഉടൻ തന്നെ ഇവർ നല്ല ഹൈറ്റിലോട്ട് കയറും. നമ്മുടെ വീടിന് മുകളിലൂടെ 1-2 ചുറ്റൽ ചുറ്റിയതിന് ശേഷം വളരെ ഹൈറ്റിലോട്ട് കയറുകയും സാവധാനം ഇവർ വളരെ ദൂരേക്ക് യാത്ര ചെയ്യും. മറ്റത് നമ്മുടെ വീടിൻ്റെ മുകളിൽ മാത്രമായിരിക്കും പറന്നുകൊണ്ടിരിക്കുന്നത്. ഇതങ്ങനെയല്ല, വളരെ ദൂരേക്ക് നീളത്തിൽ പറക്കാൻ തുടങ്ങും. ആ പറവ അരമണിക്കൂർ, ചിലപ്പോൾ 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ബേഡുകൾ തിരിച്ചു വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ബേഡുകൾ അയ്യോ മിസ്സായിപ്പോയോ എന്ന്. ഒരിക്കലും അല്ല. ബേഡുകൾ വളരെ ദൂരത്തിൽ ഏരിയ മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടായിരിക്കും അവർ റിട്ടേൺ വരുന്നത്. അങ്ങനെ പറന്ന് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബേഡുകൾ നല്ല ഫ്ലൈയിങ് ഫോമിലോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളത്. ആ ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ബേഡുകളെ റോഡ് ട്രെയിനിങ്ങിന് ഉപയോഗിക്കാവൂ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഇങ്ങനൊരു അവസ്ഥ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബേഡുകളെ റോഡ് ട്രെയിനിങ്ങിന് മാക്സിമം ഉപയോഗിക്കാവൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ബേഡുകൾ നിമിഷ നേരം കൊണ്ട് വളരെ ഹൈറ്റിലേക്ക് പോവുകയും 4-5 ചുറ്റിയതിന് ശേഷം നീളത്തിൽ പറക്കാൻ ആരംഭിക്കും. അതായത് ഏതെങ്കിലും ഒരു ഏരിയയിലോട്ട് നീളത്തിൽ അവർ പോകും. അത് ഈ 4 സൈഡിലേട്ടും, നമ്മുടെ വീടിരിക്കുന്ന 4 സൈഡിലോട്ടും അവർ പറക്കുകയും ചെയ്യും. അങ്ങനെ പറന്ന് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബേഡുകൾ റോഡ് ട്രെയിനിങ്ങിന് എടുക്കാൻ, അതായത് ദൂരേക്ക് യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലായിക്കണം ബേഡുകൾ നല്ല ഫ്ലൈയിങ് പെർഫോമൻസിലോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാണ്. ഘട്ടം ഘട്ടമായിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം അരമണിക്കൂറോ 3/4 മണിക്കൂറോ കഴിഞ്ഞ് ബേഡുകൾ പതുക്കനെ പറന്ന് ലാൻഡ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.